ഓക്കെ, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. സോ ഓണത്തിനൊക്കെ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും അല്ലേ? പലരുടെ വിചാരമുണ്ട് ഈ സെപ്റ്റംബർ മാസം ഐഫോണിന്റെ മാസമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഐഫോൺ കൂടാതെ ഒട്ടുമിക്ക കമ്പനികളും അവരുടെ ഫോണുകൾ ഇറക്കുന്നുണ്ട്. അത് മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലും ബഡ്ജറ്റ് റേഞ്ചിലും എല്ലാ റേഞ്ചിലും വരുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ഫോൺ വാങ്ങണമെന്ന്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഐഫോൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ നോക്കാൻ പോകുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ ഫസ്റ്റ് പോകാം. ഇപ്രാവശ്യവും ഐഫോൺ 4 മോഡലുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഐഫോൺ 17, 17 പ്രോ ആൻഡ് 17 പ്രോ മാക്സ്. പിന്നെ അവരുടെ ഏറ്റവും പുതിയ ലൈനപ്പ് ആയിട്ടുള്ള ഐഫോൺ 17 എയർ. ഇതിൽ ഐഫോൺ 17 വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ബേസ് വേരിയന്റ് ആയ 17 തന്നെ ഇപ്രാവശ്യം 120 ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എല്ലാ ഐഫോണിലും ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതും 8GB റാം ആണ് ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 8GB റാം ഉണ്ടെങ്കിലേ അവിടെ ആപ്പിൾ ഇന്റലിജൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഐഫോൺ 17 വന്നിട്ടുള്ള ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അത് 12 മെഗാ പിക്സലുള്ള സെൽഫി ക്യാമറ മാറ്റിയിട്ട് അവർ 24 മെഗാ പിക്സലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആപ്പിളിന്റെ തന്നെ A19 ബയോണിക് ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം വരുന്ന ഐഫോൺ 17 രണ്ട് പുതിയ കളർ വേരിയന്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ കളറും ഒരു പിങ്ക് കളറും കൂടി. ഇനി നമ്മൾ ഐഫോൺ 17 പ്രോയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിസൈനിൽ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ക്യാമറ ഐലൻഡ് കുറച്ചുകൂടി വലിച്ചു നീക്കിയിട്ട് ബാക്ക് സൈഡ് മുഴുവനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ബേസ് വേരിയന്റ് ആയിട്ട് 12GB റാം ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ വലിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുള്ള ഇവിടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ടെലിഫോട്ടോ ക്യാമറ 48 മെഗാ പിക്സലാണ്. അത് 3.5x ആണ് സൂം സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഐഫോണിന്റെ 16 പ്രോയിൽ 5x ആയിരുന്നു സൂം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം 3.5 ആക്കി ഡൗൺഗ്രേഡ് ചെയ്തു. പക്ഷേ ഈ 3.5x വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 85mm കിടിലെ പോർട്രേറ്റ് എടുക്കാൻ പറ്റും. ഇനി ഇവിടെ വേപ്പർ ചേമ്പർ കൂളിംഗ് വരുന്നുണ്ട്. 35 വാട്ട് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയൊരു കളർ വേരിയന്റ് കൂടി ഇപ്രാവശ്യം പ്രോ വേരിയന്റിൽ വരുത്തിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ, കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. ഇനി ഐഫോൺ 17 പ്രോ മാക്സിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻ ഈ പ്രോയുടെ തന്നെ സെയിം ആണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള വലിയൊരു മാറ്റം തന്നെ അവരുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്രാവശ്യം വരുന്ന ഐഫോൺ 17 പ്രോ മാക്സിലുള്ള ടെലിഫോട്ടോ ക്യാമറ 8x ആണ് സൂം സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. സോ കണ്ടറിയാം. ഇത് മാത്രമല്ല, ഈ 3 ക്യാമറകൾ വെച്ചിട്ടും 8K വീഡിയോ റെക്കോർഡിങ്ങും ഇപ്രാവശ്യം ഉണ്ടാവുന്നതാണ് കേട്ടിട്ടുള്ളത്. ഈ ഫോണിലും പേപ്പർ ചേമ്പർ കൂളിംഗ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. 5000 mAh ബാറ്ററിയാണ് ഇപ്രാവശ്യം വരുന്ന ഐഫോൺ 17 പ്രോ മാക്സിലുള്ളതാണ് കേട്ടിട്ടുള്ളത്. സോ ഐഫോൺ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററി അപ്ഗ്രേഡ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അവരുടെ ഏറ്റവും പുതിയ ലൈനപ്പ് ആയിട്ടുള്ള ഐഫോൺ 17 എയറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ഫോണാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അൾട്രാ സ്ലിം ആയിട്ടുള്ള ഒരു ഐഫോൺ ആയിരിക്കും വരാൻ പോകുന്നത്. 5.5mm ആണ് ഇതിന്റെ തിക്നെസ് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. 48 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും വേപ്പർ ചേമ്പർ കൂളിംഗ് വരുന്നുണ്ട്. 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ 2800 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഈ 2800 mAh ബാറ്ററി വെച്ചിട്ട് ഈ 120Hz നിങ്ങൾ ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം കുറച്ച് ഷോക്കായിരിക്കും. സോ ഈ പറഞ്ഞ വേണ്ടി സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡൽസ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെയോ അല്ലെങ്കിൽ ഐ ബട്ടണിൽ എവിടെയും കൊടുക്കാം, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഐഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു സാംസങ്ങിന്റെ ഫോൺ വരുന്നുണ്ട്. സാംസങ്ങിന്റെ ഫാൻ എഡിഷൻ ഫോണായിട്ടുള്ള S25 FE. ഈ വരുന്ന സെപ്റ്റംബർ 4 ഇത് വരാൻ പോകുന്നത്. ഡിസൈനിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. S24 FE പോലെ തന്നെയാണ്. സാംസങ്ങിന്റെ Exynos 2400 എന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 8 മെഗാപിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ, പിന്നെ 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് വിവോയുടെ മറ്റൊരു ഫോൺ. വിവോയുടെ V60 നിൽക്കാരം നല്ല കിട്ടിലെ ക്യാമറ ഫോണാണ്. അതിന്റെ V60e. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ V60യിൽ സൈസിന്റെ കൊളാബറേഷനിലാണ് ക്യാമറ വരാൻ പോകുന്നത്. പക്ഷെ ഇതിൽ അതുണ്ടായിരിക്കില്ല. MediaTek Dimensity 7400 ചിപ്സെറ്റ്, 6500 mAh ബാറ്ററി ഒക്കെ വെച്ച് വരുന്ന നല്ലൊരു ഫോൺ തന്നെ ആയിരിക്കും ഈ വരാൻ പോകുന്നത്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് മോട്ടോറോളയിൽ നിന്നൊരു ഫോണാണ്. മോട്ടോറോളയുടെ ഫോൺ ഇല്ലാത്തൊരു മാസമല്ല കേട്ടോ. ഈ വരുന്ന സെപ്റ്റംബറിൽ മോട്ടോറോയുടെ 2 ഫോണുകളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് മോട്ടോറോയുടെ G56. MediaTek Dimensity 7060 വെച്ച് വരുന്ന ഒരു ഫോണാണ്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഒക്കെ വെച്ച് വരുന്ന ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 15,000 രൂപ താഴെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി മറ്റൊരു ഫോൺ കൂടി വരുന്നുണ്ട്. മോട്ടോയുടെ Razr 60 Swarovski എഡിഷൻ. സംഭവം മോട്ടോയുടെ Razr 60 തന്നെയാണ്. പക്ഷേ ഡിസൈനിൽ അത്യാവശ്യം ചേഞ്ച് വന്നിട്ടുണ്ട്. ഇന്റർണൽ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ്ലി സെയിം ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 34 ഹാൻഡ് ഹെൽഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പിന്നെ വലിയൊരു ക്രിസ്റ്റൽ ഇതിന്റെ ഹിഞ്ചിലും കൊടുത്തിട്ടുണ്ട്. വുമൻസിനെ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു ഫോണാണെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി ഫാഷൻ ആക്കി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. ഇനി അടുത്താണ് ഓപ്പോയുടെ F31. ഡ്യൂറബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഇറക്കുന്ന ഒരു ഫോണാണ് ഈ ഓപ്പോയുടെ F31. 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, IP68 69 പ്രൊട്ടക്ഷൻ. ഇത് കൂടാതെ 360 ആർമർ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നവർക്ക്
ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ലാവയിൽ നിന്നൊരു ഫോൺ ഉണ്ട്, ലാവ അഗ്നി 4 എന്ന് പറഞ്ഞിട്ട് 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ, MediaTek Dimensity 8350 ചിപ്സെറ്റ്, പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പ്, 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ട് തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് അണ്ടർ 20,000 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ 15T ആണ്. MediaTek Dimensity 6400 ആണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50+2 മെഗാപിക്സലിലെ റിയർ ക്യാമറ, 60 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 7000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. അടുത്താണ് റെഡ്മിയുടെ Note 50 പ്രോയും പ്രോ പ്ലസും. ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 7S Gen 4 ആണ്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഉണ്ടായിരിക്കും, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരിക്കും, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ടായിരിക്കും, പിന്നെ 7000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഈ Note 50 പ്രോയും പ്രോ പ്ലസും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രോ വേരിയന്റിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്, പ്രോ പ്ലസിൽ ക്വാഡ് കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരാം. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഏത് ഫോണായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി. ബൈ.